ഹലോ ഗായ്സ്, വെൽക്കം ടു ഊട്ടി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഊട്ടിയിലാണ്. അപ്പോൾ ഊട്ടിയിലത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടറിയാം. ഒന്നും വേണ്ട, ടീഷർട്ടൊക്കെ എവ്വളോ 100 കാൽ കിലോ ಎಲ್ಲ ಟೋಟಲ್ ಮಿಕ್ಸ್ ಆಯ್ತು. ചെറിയ കുട്ടികൾക്കുള്ളല്ലേ, ഏത് വേണമെങ്കിൽ മേടിച്ചോളൂ. അവിടെ കൊടുക്കുന്നത് പാക്ക് ചെയ്ത് തരും. ഫോണാക്കിച്ച് വാങ്ങിക്കാം. എവിടെ ബില്ലടക്കം 4 എണ്ണം പാക്ക് പണി തരാൻ മുടിയുമോ? അത് കുഴപ്പമില്ല, പോവാ മണ്ടാതെ. രണ്ട് കാലം വേണ്ടത് നോക്ക്, സൈഡിൽ ഒറ്റ ചവിട്ടാ. എന്റെ ബ്ലോഗല്ലേ ഇരിക്കുന്നത്. കമ്പിവേലിന്റെ അപ്പുറത്ത് നിന്ന് കുതിരേനെ ധൈര്യശാലി തൊടുമ്പോ നോക്ക്, ധൈര്യശാലി. മതി മതി മതി, രണ്ട് കഷ്ണവും ഊട്ടിയിൽ നിന്നും വയനാട്ടിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചകൾ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. കാരണം ഈ സമയത്ത് അവിടെ തിരക്കായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ അവിടേക്കൊന്നും പോയില്ല. ഈ കാണുന്നത് ഷൂട്ടിംഗ് സ്പോട്ടാണ്. ഇവിടേക്ക് ഞങ്ങൾ കയറാൻ നിന്നില്ല, കാരണം ഞങ്ങൾക്ക് രാത്രിയാവുന്നതിന് മുമ്പ് വീട്ടിലെത്തണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ പോയി. ഊട്ടിയിൽ വന്നാൽ ഇതുപോലെയുള്ള കാഴ്ചകൾ ഒരുപാട് കാണാം. അവർ എപ്പോഴും ആൾക്കാരുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മളടുത്തേക്ക് വന്നിട്ട് നമ്മളെ ഉപദ്രവിക്കാനൊക്കെ നോക്കും. അതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പേടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് നിർത്തുമ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിന്നില്ല. എന്തോ എടുത്തുകൊണ്ട് അത് മുകളിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു കേട്ടോ. വീഡിയോയുടെ ലെങ്ത്ത് കൂടുമെന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ.
ഇതാക്കണ്ട കിച്ചുവിനെ പിടിക്കണ്ട. സച്ചുവിന് ഒരു അക്വേറിയം വാങ്ങണം എന്നും പറഞ്ഞ് നിർത്തിപ്പിച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. റോട്ടിലെ ഇരിക്കണെന്നുള്ള ബോധം വേണം കിച്ചുവിന് കേട്ടോ. പ്രാവിന് ആ തിന്നണ കാണാനില്ല. റോട്ടുമ്മയ്ക്ക് പോണതാ. അതിന് വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് ഇട്ട് കൊടുക്ക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വയനാട് വ്ളോഗുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഗുഡ് ബൈ.